ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിലൂടെ കടന്നുപോകുന്ന ആദ്യ നാളുകളാണിത്. ഗംഭീറിന്റെ ശിക്ഷണത്തിൽ ശ്രീലങ്കൻ പര്യടനമായിരുന്നു ഇന്ത്യ ആദ്യമായി നടത്തിയത്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര നേടിയെങ്കിലും ഏകദിനത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. സച്ചിൻ തെണ്ടുൽക്കറിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നപ്പോഴായിരുന്നു ഇന്ത്യ അവസാനമായി ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പര പരാജയപ്പെട്ടത്. ഏതായാലും ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിലെ ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഒരുക്കത്തിലാണ് ടീം ഇന്ത്യ. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലും ഗംഭീറിന്റെ ശിക്ഷണത്തിലും ഇന്ത്യയുടെ ആദ്യ പരമ്പരയാണ് ബംഗ്ലാദേശിനെതിരെ സെപ്റ്റംബർ 19 ചെന്നൈയിൽ ആരംഭിക്കുക. 2 മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കായാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിൽ ഇന്ത്യൻ ടീം എങ്ങനെ കളത്തിൽ പെരുമാറും എന്നറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് സ്ട്രാറ്റജിയിൽ പ്രകടമായ മാറ്റം ഗംഭീർ കൊണ്ടുവരുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഈ മാറ്റങ്ങളുടെ ആദ്യ സൂചന ലഭിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്. പ്രധാനമായും 2 മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഗൗതം ഗംഭീർ കളിക്കളത്തിലായിരിക്കുമ്പോൾ തന്നെ ആക്രമണ ബാറ്റിംഗിന് പേരുകേട്ട ബാറ്ററായിരുന്നു. കോച്ചായി മാറിയപ്പോഴും ഈ രീതിയിൽ ഗംഭീർ മാറ്റം വരുത്തിയിട്ടില്ല. ഇന്ത്യൻ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഈ ആക്രമണ ബാറ്റിംഗ് ശൈലി ഗംഭീർ പ്രാബല്യത്തിൽ വരുത്തും എന്നതിൽ തർക്കമില്ല. ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ശൈലിയിൽ ഇതുവരെ ഇല്ലാത്ത ആക്രമണ രീതി കണ്ടേക്കാം. ഓപ്പണിംഗ് മുതൽ തന്നെ ഈ ആക്രമണ സ്വഭാവം ഇന്ത്യൻ ബാറ്റർമാർ പ്രകടിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഓപ്പണിംഗിലേതുപോലെ മധ്യനിരയുടെ ചടുലതയും ഇന്ത്യൻ ബാറ്റിംഗിന്റെ മുഖമായി ഇനി മാറിയേക്കും. ന്യൂ ബോളിൽ ഓപ്പണിംഗ് ബാറ്റർമാർ കടന്നാക്രമണം നടത്തുന്നതോടെയാണ് ഇന്ത്യൻ ശൈലിയുടെ മാറ്റം കണ്ടു തുടങ്ങുക. ഓപ്പണർമാർ ആക്രമിക്കുന്നതോടെ ആദ്യ മണിക്കൂറുകളിൽ കൂടുതൽ ബൗണ്ടറികൾ സ്കോർ ബോർഡിലേക്ക് എത്തിയേക്കും. അതോടെ സ്കോർ കുതിക്കും. ഇതാണ് ഗംഭീറിന്റെ ആക്രമണ ബാറ്റിംഗിന്റെ നട്ടെല്ല്. മധ്യനിരയിലേക്ക് എത്തുമ്പോൾ ഋഷഭ് പന്തിനെ പോലെയുള്ള കളിക്കാർക്ക് അവരുടെ സ്വതന്ത്ര ശൈലിയിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടെ മധ്യനിരയിൽ നിന്നും റണ്ണൊഴുക്ക് യഥേഷ്ടമെത്തും. മധ്യനിര വേഗത്തിൽ സ്കോർ ചെയ്യുന്നത് എതിർ ടീമിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചേക്കും. ക്രിക്കറ്റിന്റെ സൂക്ഷ്മതകളെക്കുറിച്ച് ഗൗതം ഗംഭീറിന്റെ ധാരണ വ്യത്യസ്ത ബൗളിംഗ് തന്ത്രം രൂപപ്പെടുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുമെന്നാണ് സൂചന. പ്രത്യേകിച്ച് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ സ്പിന്നിനെ വളരെയധികം ആശ്രയിക്കുന്നതിന് പകരം സീ ബൗളിംഗ് ആയിരിക്കും ബംഗ്ലാദേശിനെതിരെ ഗൗതം ഗംഭീർ പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബംഗ്ലാദേശ് സ്പിൻ ബൗളിങ്ങിനെ ഫലപ്രദമായി നേരിടുന്നത് കണ്ടുവരുന്ന പശ്ചാത്തലത്തിലാണിത്. പാർട്ട് ടൈം സ്പിന്നർമാരെയോ രവീന്ദ്ര ജഡേജയെ പോലെയുള്ള ഓൾറൗണ്ടർമാരെയോ തികച്ചും അപ്രതീക്ഷിത അവസരത്തിൽ ഉപയോഗിക്കുക എന്നതും ഗംഭീർ പരീക്ഷിച്ചേക്കാം. അതായത് ഓപ്പണിംഗ് ബൗളിംഗിൽ സ്പിന്നർമാരെ പരീക്ഷിച്ചേക്കാം എന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങളായിരിക്കും ഗംഭീർ നടത്തുക. ഫീൽഡിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഗൗതം ഗംഭീർ ശ്രമിച്ചേക്കും. ഫിറ്റ്നസിനും ഫീൽഡിങ്ങിനും ഗംഭീർ നൽകുന്ന ഊന്നൽ ടീമിനെ ഫീൽഡിംഗിൽ കൂടുതൽ സജീവമാക്കും. പരമാവധി സിംഗിൾസ് കുറയ്ക്കുക എന്നതായിരിക്കും ഫീൽഡിംഗിൽ ഗൗതം ഗംഭീറിന്റെ സുപ്രധാന തന്ത്രം. ആക്രമണാത്മക ഫീൽഡ് പ്ലേസ്മെന്റുകൾ ഇതിനായി ഉപയോഗിക്കാനും ഗൗതം ഗംഭീർ ശ്രമിക്കും. ഇന്ത്യൻ സാഹചര്യത്തിലെ പിച്ചിൽ ആക്രമണ ഫീൽഡിംഗ് ആകുമ്പോൾ എതിരാളികൾ സമ്മർദ്ദത്തിലാകും എന്നത് ഉറപ്പാണ്. അത്തരമൊരു നീക്കമായിരിക്കും ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീം പ്രയോഗിക്കുക. ഗംഭീറിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് എങ്ങനെ കളിക്കുന്നു എന്നതിന് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയായിരിക്കും ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ കാണുക. ബാറ്റിംഗിലെ തന്ത്രപരമായ ആക്രമണവും കൂടുതൽ വൈവിധ്യമാർന്നതും പ്രവചനാതീതവുമായ ബൗളിംഗും ഒപ്പം ആക്രമണ ഫീൽഡിംഗും ചേർന്ന് ഒരു പെർഫെക്റ്റ് ടെസ്റ്റ് ടീമിനെ വാർത്തെടുക്കുകയാണ് ഗൗതം ഗംഭീറിന്റെ ലക്ഷ്യം. അതിന്റെ ആദ്യ ഫലസൂചനകൾ ബംഗ്ലാദേശിനെതിരായ ചെന്നൈ ടെസ്റ്റിൽ കണ്ടേക്കും.